ഒരു ദശാബ്ദകാലമായി എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രവും പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റുമായി സഹകരിച്ച് വിവിധ പദ്ധതികൾ ജില്ലയിലെ കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂരിഭാഗം പദ്ധതികളും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30-ാം തീയതി എറണാകുളത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 20 സ്കൂളുകളിൽ ഫലവൃക്ഷത്തോട്ടം ഒരുക്കിയതാണ് അതിൽ ഏറ്റവും പുതിയ പദ്ധതി. 2023 ഒക്ടോബറിൽ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ വെച്ച് സ്കൂൾ ന്യൂട്രി ഗാർഡൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പഥകാണ്. മത്സ്യ കർഷകർ ഓരോ ജലാശയങ്ങളിൽ കൃഷി ചെയ്തു വരുന്നതും നല്ല വില ലഭിക്കുന്നതുമായ ഒരു മത്സ്യമാണ് വറ്റ മത്സ്യം. വറ്റ മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളെ ഹാച്ചറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. കുമ്പളങ്ങി കായലിൽ വറ്റ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള പരിപാടിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങിയുടെ പ്രകൃതി മനോഹാരിതയും സ്വാദിഷ്ടമായ ഭക്ഷണവും 30ഓളം വരുന്ന ഹോം സ്റ്റേകളും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഗ്രാമമായി കുമ്പളങ്ങിയെ മാറ്റിക്കഴിഞ്ഞു. ആദ്യ ബഹിരാകാശ യാത്രികൻ ശ്രീ രാകേഷ് ശർമ്മയും സുഹൃത്തുക്കളും, CPM മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി, സിനിമാ മേഖലയിലുള്ളവർ, ഗവർണർമാരായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ശ്രീ ആനന്ദ് ബോസ് എന്നിവർ ഈ ഹോം സ്റ്റേയിൽ താമസിച്ച് വളരെ സന്തുഷ്ടരായി മടങ്ങിയിട്ടുള്ളവരാണ്. ഒരു പുതിയ സംരംഭം ഇന്ന് കുമ്പളങ്ങിയിൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും അധികം വികസനം നടക്കുന്ന ജനപ്രാതിനിധ്യമുള്ള പദ്ധതികളാണ് കുമ്പളങ്ങിയിൽ നടക്കുന്നത്. ഇന്ന് CMFRയും അതുപോലെ നമ്മുടെ മത്സ്യ ഗവേഷണ കേന്ദ്രങ്ങളും കൂടി ഡെവലപ്പ് ചെയ്ത വറ്റ മത്സ്യം അതാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിതരണം ചെയ്തത്. ഏറ്റവും ആരോഗ്യപൂർണമായ ഭക്ഷണമാണ് ഈ വറ്റ മത്സ്യത്തിൻ്റെ ഉള്ളത്. വളരെയധികം വിലയുള്ള മത്സ്യം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു പരീക്ഷണാർത്ഥമാണ് നമ്മളിവിടെ ഇന്ന് ഈ കുളത്തിലിട്ടിരിക്കുന്നത്. ഈ കുളത്തിൻ്റെ പ്രത്യേകത കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, വെള്ളം കയറി ഇറങ്ങിയിരിക്കും. ഏതായാലും ഇവിടെ ഈ കുളത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ കരിമീൻ ഇട്ടിട്ടുണ്ട്, പൂമീൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വളരെയധികം മത്സ്യങ്ങൾ ഇതിനകത്തുണ്ട്. പല ടൂറിസ്റ്റുകളും വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിൽ മീൻ പിടിക്കുകയും അതുപോലെ പുഴയിൽ നമ്മുടെ ചീനവല പിടിക്കുന്ന മീനൊക്കെ അതിലൊക്കെ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും, അതുപോലെ തന്നെ തികച്ചും ഔചാരിതമാണെങ്കിലും നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഫിഷറീസ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് NFDBയുടെ പ്രവർത്തനങ്ങൾ ഹൈദരാബാദിൽ തുടങ്ങുന്നത്. ഡോക്ടർ അയ്യപ്പനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. കൃഷിക്കാർക്ക് സഹായകരമായ ഒരു പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നല്ല രുചിയുള്ള മത്സ്യമാണ് വറ്റ. സാമാന്യം ഭേദപ്പെട്ട വിലയും വറ്റയ്ക്കുണ്ട്. ഇപ്പം നമ്മുടെ CMFRIക്കാർ ഇത് കണ്ടുപിടിച്ച് അതിപ്പോൾ ഇവിടെ ആദ്യമായി അതിൻ്റെ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഗവേഷണങ്ങളിലൂടെ പുതിയ മേഖലകളെ കണ്ടുപിടിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സാറ് പറഞ്ഞതുപോലെ 8 കിലോ വരെ ഇതിന് തൂക്കം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് വളരും. ഇപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, നമ്മുടെ ഉപ്പ് ജലാശയത്തിലല്ലാതെയും വളരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ഉണ്ടെന്നാണ് അവർ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ സ്കോപ്പാണ്. കാരണം ഒരുപാട് ജലാശയങ്ങൾ ഇങ്ങനെ പ്രയോജനപ്പെടാതെ കിടക്കുന്നുണ്ട്. തോമസ് സാറ് പിന്നെ ഈ കാര്യത്തിലൊക്കെ കൊച്ചുകുട്ടികളുടെ മനസ്സും ചെറുപ്പക്കാരുടെ ഒരു ഊർജമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി ഭരണരംഗത്ത് മികച്ച രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും പുതിയൊരാശയം കൊണ്ടുവന്നതിനകത്ത് തോമസ് സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കുമ്പളങ്ങി ഷേർലീസ് ഹോം സ്റ്റേയിലാണ് ഇന്ന് മന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്.
കൃത്രിമോൽപാദനത്തിലൂടെ വറ്റ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെ ജലാശയങ്ങളിൽ വളർത്താനുള്ള ഒരു ശ്രമത്തിന് തുടക്കമാണ് ഇവിടെ നടത്തിയത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുമാണ് വിദേശത്തേക്ക് മത്സ്യം കയറ്റി അയക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച് മുന്നോട്ട് പോകുന്നത്. തോമസ് മാഷിൻ്റെ നേതൃത്വത്തിൽ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയണം. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച മാഷിനെയും സിമെഫാറേയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എങ്ങും കാണാത്ത രീതിയിൽ ഒരു പുതിയൊരു സംരംഭം കൂടെ നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഷേർലീസ് ഹോമിൽ നമ്മൾ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നു. കുമ്പളങ്ങി ഗ്രാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരു മത്സ്യഗ്രാമവുമാണ്. ഇങ്ങനെ കൃത്രിമമായിട്ട് പ്രജനനം ചെയ്ത വറ്റക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു കൃഷിക്ക് വേണ്ടി ആദ്യമായാണ് വിനിയോഗിക്കുന്നത്. ഒരു 10-20 വർഷമായിട്ട് ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ്, നെതർലാൻഡ്സ് ഒരുപാട് രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വറ്റക്കുഞ്ഞുങ്ങളെ കൃത്രിമമായിട്ട്, പ്രത്യേകിച്ച് ജയന്റ് റവല്ലി എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട വറ്റക്കുഞ്ഞുങ്ങൾ. അതാണ് ഈ വറ്റ വിഭാഗത്തിലെ ഏറ്റവും വലിയ സൈസിൽ വളരുന്ന വറ്റയാണ് ജയന്റ് റവല്ലി. ഈ ജയന്റ് റവല്ലി ഒരു വിത്തുൽപാദനം എന്ന് പറയുന്ന ലോകത്തെ എല്ലാ മത്സ്യ ഗവേഷകരുടെ സ്വപ്നമായിരുന്നു സത്യത്തിൽ. ഇങ്ങനെ ഒരു സ്വപ്നം നമ്മളൊരു 3 മാസം മുമ്പാണ് സാക്ഷാത്കരിച്ചത്. ആ 3 മാസം മുമ്പ് സാക്ഷാത്കരിച്ചെന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം നമുക്ക് വന്ന ലെറ്റർ കെ വി തോമസ് സാറിന്റെ ലെറ്ററാണ്. സാർ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളിത് ചെയ്തതിനകത്ത്. അത്രയും നമ്മൾ അതിശയിച്ചു. സാറിന് ഈ ഫീൽഡിനെ കുറിച്ച് ഇത്രയധികം അറിവുണ്ടല്ലോ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത ഉടനെ ആദ്യം കിട്ടിയ അപ്രീസിയേഷൻ ലെറ്റർ അതിൻ്റെ ന്യൂസിൽ വന്നതേ ഉള്ളൂ. അന്നേരം തന്നെ വന്നിട്ട് പറഞ്ഞു കുമ്പളങ്ങി ഗ്രാമത്തിൽ ഇതിൻ്റെ ട്രയൽ ചെയ്യണം, ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരണം. അപ്പം നമ്മൾ പറഞ്ഞു സാറേ നമ്മൾ ആദ്യമായിട്ടൊരു മീനെ ബ്രീഡ് ചെയ്തതേ ഉള്ളൂ, നമ്മൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വിത്ത് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. സാറിൻ്റെ ഒരു ആശംസ കൊണ്ടായിരിക്കാം നമ്മൾ പിന്നീട് ചെയ്ത എല്ലാ പ്രചരണ പ്രവർത്തനങ്ങൾക്കും വിജയകരമായി നേടുന്നു. ഈ കൃഷി വിജ്ഞാന കേന്ദ്രം ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി കർഷകരുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കുകയും അപ്പോൾ അത്തരത്തിലുള്ള വിജയകരമായ ടെക്നോളജികൾ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രസീവായിട്ടുള്ള കർഷകരെ സെലക്ട് ചെയ്ത് ആ കർഷകരുടെ കൃഷിയിടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ഒരു ഡെവലപ്മെൻറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് ലാർജ് സ്കെയിലുള്ള പ്രൊജക്റ്റുകൾ ടേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണം, നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൃഷി വിജ്ഞാനാന്തരം ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും കൃഷി വിജ്ഞാന കേന്ദ്രം ഉണ്ടാകുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇത്തരം ആശയങ്ങളെയും അല്ലെങ്കിൽ ഇത്രയും പരീക്ഷണങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വിജയിക്കുന്നത് കണ്ടാൽ നമ്മൾ അപ്പം തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നത് നമ്മുടെ വകുപ്പ് വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ നോക്കിക്കാണും, അതിലെ റിസൾട്ട് നല്ല രീതിയിലുണ്ടോ എന്ന് നോക്കും. കുമ്പളങ്ങി എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന 5.5 കിലോമീറ്റർ വരുന്ന ഏറ്റവും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ പുതിയൊരു ആശയത്തിന് അദ്ദേഹം രൂപം കൊടുക്കുമ്പോൾ വറ്റക്കുഞ്ഞുങ്ങൾ നമ്മുടെ ഉപ്പുവെള്ള ജലാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുഴയിൽ നിക്ഷേപിക്കുമ്പോൾ എവിടെയാണത് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഇടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതാണ് വളരെ ദീർഘവീക്ഷണത്തിലുള്ള ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ തോമസ് മാഷിന്റെ ഈ വറ്റൽ മീൻ വളർത്തൽ സംരംഭത്തിന് മീനിന്റെ പൂർണ്ണ വളർച്ചയിലെത്തി 100 മീനി കൊയ്യാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കുമ്പളങ്ങി എന്ന ഈ കൊച്ചു ഗ്രാമത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാനായിട്ട് മാഷ് നടത്തിയിരിക്കുന്ന പ്രയത്നങ്ങൾ നമുക്കാർക്കും മറക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് ഈ കുമ്പളങ്ങി എന്ന മത്സ്യഗ്രാമത്തെ വീണ്ടും മത്സ്യവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അത് വീണ്ടും ഒരു പ്രശസ്തിയിലേക്കും അതുപോലെ തന്നെ CMFRയ്ക്കും KV കൃഷി വിജ്ഞാന കേന്ദ്രത്തിനൊക്കെ ഇതൊരു പരീക്ഷണശാല കൂടിയാക്കി തീർത്തിരിക്കുകയാണ് തോമസ് മാഷ്. ഇവിടെ ഇന്നിപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ വറ്റ കുഞ്ഞുങ്ങൾ ഇത് അതിൻ്റെ പൂർണ്ണ തോതിലുള്ള വളർച്ചയെത്തി
കൂടുതൽ കർഷകരിലേക്ക്, മത്സ്യ കർഷകർക്ക് അവർക്ക് ജീവിതത്തിൻ്റെ വരുമാന മാർഗമായി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാഷിനെ പോലെ അല്ലാതെ വേറെ ആർക്കും ഇത്തരത്തിൽ ധൈര്യത്തോടുകൂടി ഈ ഒരു ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കില്ല. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഡാഡിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരൊറ്റ സ്ഥലമുള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അത് കുമ്പളങ്ങി. കുമ്പളങ്ങി 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 എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ഇന്ന് അതിൻ്റെ വേറൊരു മുഖമാണ്, അല്ലെങ്കിൽ വേറൊരു സംരംഭമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇന്ന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.